ഞാനിപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ ഇവിടെ 3 ദിവസം വന്ന് ഇതൊക്കെ കേട്ടു, മനസ്സിലാക്കി, പഠിച്ചു, ഒക്കെ റെഡിയാണ്. പക്ഷെ ഇനി ഇവിടുന്ന് പോയാൽ ഇതേ ആയത്തും ഹദീസും ഒക്കെ ഓതിയിട്ട് തന്നെ വേറെ കുറേ സംഘടനകൾ വേറെയും കുറേ ആശയം പറയും. അപ്പം ആ പ്രസംഗം കേട്ടാൽ തോന്നും അതാണ് ശരി, ഈ പ്രസംഗം കേട്ടാൽ ഇതാണ് ശരി എന്ന് തോന്നും. ഞങ്ങൾ ഈ സാധാരണക്കാരെന്താ ചെയ്യുക? എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. എനിക്ക് പ്രവർത്തിക്കണം, ഇതിനോടൊപ്പം ചേരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആശയക്കുഴപ്പം എനിക്ക് തീരണില്ല. ഇസ്ലാമിന്റെ പേരിൽ എത്ര സംഘടന, എന്തിനായി കുറെ സംഘടന എന്നൊക്കെ ചൊല്ലുള്ള ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏത് രംഗത്തെ ആശയക്കുഴപ്പമില്ലാത്തത്? നിങ്ങളൊക്കെ ഇപ്പോൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണല്ലോ. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ലേ? ഇനി ഏത് കോഴ്സിനാണ് ചേരേണ്ടത്? +2 കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടില്ലേ? എൻട്രൻസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടില്ലേ? എന്തൊക്കെ ചർച്ച വീട്ടിൽ നടന്നിട്ടുണ്ട്. വാപ്പര അഭിപ്രായം പറയും, ഉമ്മ വേറൊരു അഭിപ്രായം പറയും, അല്ലേ? ഇലക്ഷൻ വന്നാൽ 100 അഭിപ്രായം ഉണ്ടാവില്ല ആർക്കാ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു ടെക്സ്റ്റൈൽസ് കയറി, ഒരു ഷർട്ട് എടുക്കാൻ എത്ര കടയിൽ നിങ്ങൾ കയറി ഇറങ്ങാറുണ്ട്? ഒരു കടയിൽ കയറി 1000 ഡ്രസ്സ് അവിടെ കാണാനുള്ളത്. അത് എടുക്കണോ ഒന്നെടുക്കണോ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഏതിലാ കൺഫ്യൂഷൻ ഇല്ലാത്ത? ഒരു അസുഖം വന്നാൽ ഏത് ഡോക്ടറെ കാണുന്ന കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഈ കൺഫ്യൂഷന്റെ പേര് കല്യാണം കഴിക്കുന്ന സമയത്ത്, അല്ലേ? പിന്നെ അത് ഏത് പെണ്ണ് കെട്ടണം, ഏത് ആളെ കല്യാണം കഴിക്കണം, കൺഫ്യൂഷൻ ഉണ്ടായല്ലോ. അതിന്റെ പേരിൽ ആരെങ്കിലും കല്യാണം കഴിക്കാതിരുന്നിക്കണോ? ആരെങ്കിലും ചികിത്സിക്കാതിരുന്നിക്കണോ? ആരെങ്കിലും ഷർട്ട് വാങ്ങാതിരുന്നിക്കണോ? ആരെങ്കിലും പച്ചക്കറി വാങ്ങാതിരുന്നിക്കണോ? അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലേ? എന്നാൽ മതരംഗത്തുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ആകെ കയ്യും കാര്യമൊക്കെ കുഴഞ്ഞ് എനിക്കതൊന്നും മനസ്സിലാവണില്ല. അപ്പൊ നമ്മളെ ബുദ്ധിയില്ല, വിവേകമില്ല, ഒരു കാര്യം. എത്ര മോശക്കാരായ നമ്മള്! എന്താ ഈ പറയുന്നതിൽ അർത്ഥം? അതിലേറെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇസ്ലാമിലെ ഹക്ക് ഏതാ ബാത്തിൽ ഏതാന്ന്. ഒരു സ്കെയിൽ ഞാൻ പറഞ്ഞുതരാം, ഒരൊറ്റ മാനദണ്ഡം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ റൂം നിങ്ങളോട് അളക്കാൻ പറഞ്ഞു, ഒരാളോട് പറഞ്ഞു അളന്നിട്ട് എത്ര വീതി നിങ്ങളുണ്ടോന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ കണ്ണോട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇത്ര അടി വീതി ഉണ്ട്, ഇത്ര അടി നീളമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു? ഒരിക്കലും അത്ര നീളമല്ല. അയാൾ ഇങ്ങനെ നോക്കിയിട്ട് അതിന് വേറെ വിരുദ്ധമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ രണ്ടാളും തർക്കായി. മൂന്നാമതൊരു കക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടാളും പറയണത് ശരിയല്ല എന്നിട്ട് അയാൾ ഇങ്ങനെ നോക്കിയിട്ട് വേറെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ 3 കുഴപ്പമായി. പിന്നെ 4മത്തെ ഒരാൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഭയങ്കര തർക്കം. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അളവിന്റെ കാര്യത്തിലാണ് സംശയിക്കുന്നത്. ഓരോരുത്തരും പറഞ്ഞതും പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ ഒരു വെയിറ്റ് കാത്തിക്കും. അയാൾ പാന്റിന്റെ പോക്കറ്റ് കൈയിട്ടിട്ട് എന്ത് ചെയ്തു? ഒരു ടാപ്പ് എടുത്തു. ആ ടാപ്പ് എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്ന് വെച്ച് അളന്നോളിന്ന്. അത് വെച്ച് അളന്നപ്പോ വിഷയം തീർന്നു, അവിടുത്തെ തർക്കം തീർന്നു. എന്തേ വന്നത് അവിടെ? എന്തേ വന്നത്? ഒരു മാനദണ്ഡം വന്നു, അല്ലേ? അതേപോലെ ഒരേ ആയത്ത് ഇയ്യാക്കൻ അഅ്ബുദു വയ്യാക്കൻ നസ്തഈൻ എന്നുള്ള ആയത്ത് ഓതിയിട്ട് ഒരു കൂട്ടർ പറയാ അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിനോട് സഹായം തേടണം. ഒരർത്ഥം. അവരെ ഉദ്ദേശം എന്താ അറിയോ? അള്ളാഹിനോടും തേടാ, മരിച്ചു പോയവരോടും തേടാന്ന്. എന്നാ വേറെ ടീം വന്നിട്ട് പറയണെന്ത്? അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ തർക്കായി, അല്ലേ? അപ്പൊ അവിടെ ഒരു 3ാം കക്ഷി വന്നിട്ട് പറയണെന്ത്? ഒരു കാര്യം ചെയ്യ്, തർക്കം തീരാന് ഈ ആയത്തിന് എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അർത്ഥം പറഞ്ഞതും വിശദീകരിച്ചതും പഠിപ്പിച്ചു കൊടുത്തു, അത് മുൻഗാമികളിലേക്ക് നോക്കുക. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബിമാര്, താബീയങ്ങള്, തബൗ താബീയങ്ങള്. ആദ്യ കാലത്ത് ആ 3 നൂറ്റാണ്ടിലെ ആൾക്കാരാണ്. അവരെങ്ങനെയാണോ ഖുർആനി ഹദീസിനെ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ മുൻഗാമികൾക്ക് പറയുന്ന പേരാണെന്ത്? സലഫുകൾ. മനസ്സിലായോ? അവരുടെ മാർഗം എന്നുള്ളതിനാണ് അറബിയിൽ എന്ത് പറയാ? മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല, അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ്. ഈ സ്കെയില് നമ്മളെ കയ്യിലുണ്ടായാൽ ഒരാശയക്കുഴപ്പത്തിലും നമ്മൾ പെടൂല. ഏതായത്താര് കൊണ്ടുവന്ന് ഓതിയാലും നമുക്ക് അവരോട് ഇതേ ചോദിക്കാനുള്ളൂ, മുൻഗാമികളായ ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഡിക്ഷണറിയിൽ പല അർത്ഥവും അറബിക്കുണ്ടാവും, അത് നോക്കിയിട്ടല്ല ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. മുൻഗാമികളുടെ മാർഗം, ആ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? അവരെ സലഫികൾ എന്ന് വിളിക്കാനുള്ള കാരണം. സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, സലഫികൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവര്.